ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അപ്പൂപ്പന്താടി. കുറേ കാലമായിട്ട് നമുക്ക് കഥയൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്തായാലും ഒരു കഥ റെക്കോർഡ് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഇനി നെക്സ്റ്റ് കഥ ഏത് വേണമെന്ന് ആലോചിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ള കഥയാണ് ബ്രാംബ്ലി ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. അപ്പോൾ ഇത് എൻ്റെ വളരെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഥയത്. എൻ്റെ അടുത്തൊരു ബുക്കുണ്ട്. തൽക്കാലം എൻ്റെ കയ്യിലിപ്പോൾ ആ ബുക്കില്ല ഞാൻ ഈ കഥ റെക്കോർഡ് ചെയ്യുമ്പോൾ. പക്ഷേ എൻ്റെ അടുത്ത് ആ ബുക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു ബുക്കാണ്. എനിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു കംഫർട്ട് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയിട്ട് മറിച്ച് നോക്കണ പടങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരാണ് ബ്രാംബ്ലി ഹെഡ്ജ്. ബ്രാംബ്ലി ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയല്ല, അതൊരു കുഞ്ഞു ലോകം ആണ്. ആ ഇലസ്ട്രേഷൻസും കഥകളെല്ലാം കൂടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതൊരു കുഞ്ഞൊരു ലോകമാണത്. ഇതുണ്ടാക്കിയിട്ടുള്ളത് ജിൽ ബാക്ലം എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഥ എഴുതുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഇലസ്ട്രേഷൻസും ജില്ല തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലസ്ട്രേഷൻസ് ഈ കഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഉള്ളതാണ് ഇലസ്ട്രേഷൻസ്. അത് നമ്മളിപ്പോൾ ഇലസ്ട്രേഷൻസ് നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ജിൽ ബാക്ലമാണ് അതിൻ്റെ ഇലസ്ട്രേഷൻസ്, അതായത് പടങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ റൈറ്റർ ജിൽ ബാക്ലം നേച്ചറും കൺട്രി സൈഡൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ജില്ലിൻ്റെ ആ ഒരു ഇഷ്ടത്തിൽ നിന്നാണ് ഈ ബ്രാംബ്ലി ഹെഡ്ജ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിൾ എടുത്തിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീടിൻ്റെ പുറകിലൊരു പാടുണ്ട്. ആ പാടത്ത് പോയിട്ടിരിക്കും. പാടെന്ന് പറഞ്ഞത് ഇവിടെ ഈ അരിയൊക്കെ നട്ടുന്ന പാടല്ല, ഇത് മീനാണ്, മീനും ചെമ്മീനൊക്കെ ഉള്ള പാടാണ്. അത് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പോയിട്ട് അതിൻ്റെ കുറേ തെങ്ങൊക്കെ ഉണ്ട്, കുറേ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ തണലുണ്ട്. അപ്പോൾ അവിടെ തണലത്ത് പോയിട്ട് അവിടെ ഇരിക്കും. എൻ്റെ പട്ടിക്കുട്ടിയും വന്നിട്ട് ഇരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടി വിയിലുള്ള കാര്യങ്ങളും ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും അവിടെയാണ് പോയിട്ടിരിക്കുക. അവിടെ പോയി ഇരിക്കുക. എന്നിട്ട് ഈ മീനുകൾ ഞങ്ങൾ തോട്ടിൽ പാടത്തൊക്കെ കുറേ മീനുണ്ടാവും. കുഞ്ഞു കുഞ്ഞു മീൻ, പൂച്ചുട്ടി എന്ന് പറഞ്ഞിട്ടൊരു മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മീനിനെ നോക്കിയിരിക്കലൊക്കെയാണ് പിന്നെ പണി, ഞാനും എൻ്റെ പട്ടിക്കുട്ടിയും കൂടി. അപ്പോൾ അവർക്ക് മീനിൻ്റേതായിട്ടുള്ള വീടൊക്കെ ഉണ്ട്. ഒരു കുഴിയാണ് മീനിൻ്റെ വീട്. ആ മീൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകലും, ഈ മാൻഗ്രോവ്സിൻ്റെ ഉള്ളിലൊക്കെയാണ് അതിൻ്റെ വീടൊക്കെ. പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകലും കുഴിയിൽ നിന്ന് തിരിച്ചു വരലും, അപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കലൊക്കെ ആയിരുന്നു പണി. അപ്പോൾ എനിക്ക് തോന്നുന്നു ജില്ലും അതുപോലത്തെ ഒരാളാണ്. അതുകൊണ്ടാണ് ജില്ലിൻ്റെ കഥയിൽ കുറേ എന്താ പറയുക, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളാണ് ജില്ലിൻ്റെ കഥയിലുള്ളത്. അപ്പോൾ ബ്രാംബ്ലി ഹെഡ്ജ് എന്ന് പറയുന്നത് കുറേ എലിക്കുട്ടന്മാരുടെ ഒരു കഥയാണ്. എലിക്കുട്ടന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രാംബ്ലി ഹെഡ്ജ്. അതെവിടെയാണ് താമസിക്കുന്നത്? ഒരു വലിയ മരത്തിൻ്റെ ഈ വേരിൻ്റെ ഉള്ളിലൊക്കെ, വേരിൻ്റെ ഉള്ളിൽ മരപ്പൊത്തിൽ, പിന്നെ കുറ്റിക്കാട്ടിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. അതിപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തോന്നും അങ്ങനെയാണല്ലോ എലികൾ താമസിക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഇലസ്ട്രേഷൻസ് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഇലസ്ട്രേഷൻസ് ഒന്ന് നോക്കിയാൽ അറിയാം. ആ വീട്ടിൽ ഒരു ഹോംസ് ഫുൾ ഓഫ് വോംത്ത് അല്ലേ. ആ ഷെൽഫ്സൊക്കെ വെച്ചിട്ട് വളരെ കോസി ആയിട്ടുള്ള വീടുകളൊക്കെയാണ് ഈ ഇലസ്ട്രേഷൻസിലുള്ളത്. പടങ്ങൾ നോക്കുമ്പോൾ കാണാം. അതുപോലെ ഷെൽഫ്സിൽ ജാംസ് ഉണ്ട്, ബാസ്ക്കറ്റിൽ ബെറീസ് ഉണ്ട്. പിന്നെ ഒരു കഥയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സീക്രട്ട് സ്റ്റെയർ കേസൊക്കെ ഉള്ള ഒരു റൂമൊക്കെ ഉള്ള ഒരു കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ബ്രാംബ്ലി ഹെഡ്ജിൻ്റെ പ്രത്യേകത, കഥകളുടെ പ്രത്യേകത. അപ്പോൾ ഓരോ ജീവിയുടെയും ഡിഗ്നിറ്റി, അവരുടെ ജീവിതം വളരെ ഡിഗ്നിറ്റിയോടുകൂടി വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്നൊരു പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മൾ നോൺ ആന്ത്രപ്പോസെൻട്രിക് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. എനിക്കിപ്പോൾ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കഥകൾ പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഒരു നോൺ ആന്ത്രപ്പോസെൻട്രിക് കഥകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു
ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു എക്സാമ്പിളാണ് ബ്രാംബ്ലി ഹെഡ്ജ്. ബ്രാംബ്ലി ഹെഡ്ജിൻ്റെ ഒരു കംപ്ലീറ്റ് ബുക്കിൽ പല കഥകളുണ്ട്. അത് ഒരൊറ്റ കഥയല്ല, അതിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ പല പല കഥകളായിട്ടാണ്. ഒരു 8 കഥകളുണ്ട്. അതിൽ സ്പ്രിംഗ് സ്റ്റോറി, വിൻ്റർ സ്റ്റോറി, ഓട്ടം സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട്, സീക്രട്ട് സ്റ്റെയർ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കഥകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 8 കഥകളാണ് മെയിനായിട്ടുള്ളത്. ഈ 8 കഥകൾ ഒന്നിനൊന്നിന് ഭയങ്കര രസമാണ് വായിക്കാനും കേട്ടിരിക്കാനും കഥകളൊക്കെ കാണാനും, പടങ്ങൾ കാണാനും. അപ്പോൾ ഇതിൽ സ്പ്രിംഗ് സ്റ്റോറിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണമാണ്, ഒരു വെഡ്ഡിങ് ആണ് അവർ തീമായിട്ടുള്ളത്. വിൽഫ്രഡ് ടോഡ് ഫ്ലാക്സിൻ്റെയും പ്രിംറോസ് വുഡ്മൗസിൻ്റെയും കല്യാണത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഒരു കേക്ക് ബേക്കിംഗ്, ഡെക്കറേഷൻസ് എല്ലാവരും കൂടി. ഇപ്പോൾ ഇതിൽ സെലിബ്രേറ്റ് ചെയ്യണ ഒരു കമ്മ്യൂണിറ്റി, നമ്മളൊരു എല്ലാവരും കൂടി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഭംഗിയൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റും അതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ എല്ലാവരും കൂടി വന്ന് എല്ലാവരും കൂടി ചെയ്യുന്ന കല്യാണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങും ആ ഒരു സിംപ്ലിസിറ്റിയും, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണവും, നമ്മളെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഡെക്കറേഷൻസ്, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഡെക്കറേഷൻസ്. പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ കല്യാണത്തിനൊക്കെ കുരുത്തോല എന്ന് പറയും. അത് ഈ തെങ്ങിൻ്റെ ഏറ്റവും കുഞ്ഞ് ടെൻഡറായിട്ടുള്ള ലീവ്സാണ് കുരുത്തോല. അപ്പോൾ കുരുത്തോല വെച്ചിട്ടൊക്കെ ആയിരുന്നു ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കഥകളാണ് കുഞ്ഞു കുഞ്ഞു. അപ്പോൾ എലികളാണെന്നുണ്ടെങ്കിലും അവരുടെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസും അവരുടെ ഒരു ജീവിതം, അതാണ് ബ്രാംബ്ലി ഹെഡ്ജിൻ്റെ ഒരു എല്ലാ സ്റ്റോറിയും. പക്ഷേ ആ ഫസ്റ്റ് സ്റ്റോറി, സ്പ്രിംഗ് സ്റ്റോറിയിലെ സ്റ്റോറിയാണ് ഈ കല്യാണത്തിൻ്റെ കഥ. അങ്ങനെ ഓരോ സ്റ്റോറിക്ക് ഓരോ തീമുണ്ട്. ഇപ്പോൾ പോപ്പീസ് ബേബീസൊക്കെ വായിക്കുമ്പോൾ, പോപ്പീസ് ബേബീസ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിലൊക്കെ അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട ഒരു ആവശ്യം. നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം, എങ്ങനെയാണ്, ഹൗ ടു ഷോ അപ്പ്, അതൊക്കെയാണ് അതിൻ്റെ ഒരു അണ്ടർലൈങ് മെസ്സേജ്. അങ്ങനെ ഓരോ സ്റ്റോറിയും ബ്രാംബ്ലി ഹെഡ്ജിൽ സെലിബ്രേറ്റ്സ് ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ്, ജോയ് ഓഫ് ഒരു സിമ്പിൾ ലിവിങ്, പിന്നെ നേച്ചറിൻ്റെ ഒരു ബൗണ്ടിഫുൾ ആയിട്ടുള്ള ഭംഗി, ഇതൊക്കെയാണ് ഓരോ സ്റ്റോറിയും ബ്രാംബ്ലി ഹെഡ്ജിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടെ പറയണു, ജില്ലിൻ്റെ വാട്ടർ കളറിൻ്റെ ഇലസ്ട്രേഷൻസാണ് ഈ കഥ ഇത്രയും ഭംഗിയുള്ളതാക്കണത്. ഈ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് ആ കഥയിൽ നമ്മളൊരു ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നത് ആ വാട്ടർ കളേഴ്സിൻ്റെ ഭംഗി കൊണ്ടാണ്. അപ്പോൾ നമുക്കതിൽ കാണുമ്പോൾ തന്നെ യു ക്യാൻ ഓൾമോസ്റ്റ് സ്മെൽ ദ ഫ്ലവേഴ്സ്, ഓൾമോസ്റ്റ് സ്മെൽ ദ ബേക്ക് കേക്ക്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഇല നിങ്ങണതൊക്കെ നമുക്ക് തന്നെ തോന്നും അത് കാണുമ്പോൾ, അല്ലേ? അപ്പോൾ ഒട്ടും തിരക്കില്ലാത്തൊരു ലോകം, അതിൻ്റെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലൊക്കെ നമുക്ക് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജൊക്കെയാണ്. ഇത് പണ്ട് എഴുതിയിട്ടുള്ളതാണ്, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇപ്പോഴും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ടു യു എന്നുള്ളത്. സോ ബ്രാംബ്ലി ഹെഡ്ജ് ഇസ് എ വേൾഡ് വിത്തൗട്ട് any hurry. എവ്രി ടൈനി തിങ് മാറ്റേഴ്സ്. അങ്ങനൊരു ലോകമാണ് ബ്രാംബ്ലി ഹെഡ്ജ് എഴുതിയിട്ടുള്ളത് 1980s. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് വായിക്കുമ്പോൾ അത്രയും തന്നെ നമുക്ക് ഭംഗിയും ആ ഒരു സമയത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ തിരിച്ചു പോകാനൊക്കെ തോന്നുന്ന ഒരു കഥയാണ് ബ്രാംബ്ലി ഹെഡ്ജ്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും, ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ ഉള്ള സ്റ്റോറീസിനുള്ള ഇൻട്രൊഡക്ഷനൊന്നും കുട്ടികൾക്ക് മാത്രമല്ല, അത് കേൾക്കുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും, കുട്ടികളുടെ പേരൻസ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, ഇങ്ങനെ കുട്ടികളുടെ കഥകൾ ഇഷ്ടമുള്ള ആർക്കും ഉള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ആ പണ്ടത്തെ കൺട്രി സൈഡൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കൺട്രി സൈഡിലെ ലിവിങ്ങൊക്കെ അന്നത്തെ എങ്ങനെയാണെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എവിടെ നിന്നാണ് ജില്ല ഈ ഇലസ്ട്രേഷൻസൊക്കെ വന്നെത്തിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ബ്രാംബ്ലി ഹെഡ്ജ് കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും അത് അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്ലോസംസിലൊക്കെ പഴയ കോപ്പീസൊക്കെ കിട്ടും, അധികം വിലയൊന്നും ഉണ്ടാവില്ല. ഓൺലൈൻ ഇൻ്റർനെറ്റ് ആർക്കൈവ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്.
അതിൻ്റെ PDF ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിലൊക്കെ ഉണ്ടാവും, പക്ഷേ അതിന് ഇത്തിരി വില കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഇലസ്ട്രേഷൻസ് നോക്കിയിട്ട് നല്ല കോപ്പീസ് വാങ്ങുക, നല്ല ക്വാളിറ്റി ഇലസ്ട്രേഷൻസ് വാങ്ങുക, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ അടുത്ത് ബ്ലോസംസ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഹാർഡ് ബൗണ്ട് ബുക്ക്. അത് ഞാൻ ഭയങ്കര കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഓൾഡ് ബുക്സും കിട്ടും കേട്ടോ. അപ്പോൾ വായിച്ചിട്ട് പറയാം.